ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇൻഡോറിലെ നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള ഗർബ എന്ന് പറയുന്ന ഡാൻസാണ്. ഇത് ഇവിടെ 10 ദിവസവും ഭയങ്കര വിശേഷമായിട്ടുള്ള പ്രോഗ്രാമാണ്. 9 ദിവസം ദേവിയെ ഇരുത്തി ദേവിക്ക് ചുറ്റും ഡാൻസ് കളിക്കുക, പെൺകുട്ടികളെ ദേവിയുടെ തുല്യമായിട്ട് പൂജിച്ച് അവർക്ക് ആഹാരം കൊടുക്കുക, അങ്ങനെയൊക്കെ നല്ല വലിയ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പം ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ വന്നു ഇരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് എനിക്ക് തോന്നുന്നൊരു 3-4 വർഷമായിട്ടൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ കാണാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലും കൂടുതലായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ ഒരുക്കി അവരുടെ കാല് കഴുകി എല്ലാ വീടുകളിലും വിളിക്കും, ആഹാരം കൊടുക്കും. ദേവീ സങ്കല്പത്തിലാണ് 9 ദിവസവും അവരെ കരുതുന്നത്. പിന്നെ 10ാമത്തെ ദിവസം രാവിലെ ഇവർ അതുകൊണ്ടൊക്കെ പൂജയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഗുരുതിയൊക്കെ ചെയ്യുന്ന പോലെ അമ്പലങ്ങളിൽ കുമ്പളങ്ങിയൊക്കെ മുറിക്കത്തില്ലേ, അതുപോലെ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തൊന്നുമില്ല. അല്ലാതെ ഇവിടെ ഇങ്ങനെ ദേവീ സങ്കല്പത്തിൽ കുഞ്ഞുങ്ങളെ അവർക്ക് കാശ് കൊടുക്കും, അവർക്ക് തലയിലിടുന്ന സാധനങ്ങൾ, ക്ലിപ്പുകൾ, അവർക്ക് അവർക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡാൻസിന് ശേഷം വലിയവർ അവരുടെ ഡാൻസായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലുണ്ട്. അവിടെ ഈ ചുറ്റുമുള്ള ആൾക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. പിന്നെ വേറെ വലിയ ടി വിക്കകത്തൊക്കെ കാണിക്കുന്ന ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നടത്തുന്ന കുറേ ഇടങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഷാണ്. അതിൻ്റെ കൂടെ ഇപ്പം ഈ ഡാൻസും കുറേ ആൾക്കാരും എല്ലാവരും കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര പൊടിയും ഭയങ്കര റഷാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം പോയില്ല. ഒന്നാമത് എനിക്ക് ശകലം പനിയുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. പിന്നെ എൻ്റെ മോൾ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡാൻസുണ്ട്, എൻ്റെ മോൾ ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്ന് എല്ലാ ദിവസവും വന്ന് 9 ദിവസവും വന്ന് കുറച്ച് നേരം വന്ന് കണ്ടിട്ട് ഇവരുടെ ഡാൻസ്, പിള്ളേരുടെ ഡാൻസ് കണ്ടിട്ട് അങ്ങ് പോകും. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് നേരം കൂടെ നിൽക്കാമെന്ന് വെച്ച് ഞാനും ഹസ്ബൻഡും ഉണ്ട്, മോളും വന്നിട്ടുണ്ടായിരുന്നു. ആ മോളുടെ ഡാൻസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കസേരയൊക്കെ ഉള്ളായിരുന്നു, നമുക്ക് ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. ഉള്ള സ്ഥലത്ത് നിന്നിട്ട് പിന്നെ വീഡിയോ പിടിക്കാമെന്ന് വെച്ച് അങ്ങനെ വീഡിയോ പിടിച്ച്. ഇത് ശിവക്ഷേത്രമാണ്. ഇവിടെ ഡാൻസ് കളിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്കും വരുന്നവർക്കൊക്കെ ആണെങ്കിൽ പാല് ബദാമും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് അവർ പാലുണ്ടാക്കും കുഞ്ഞുങ്ങളുടെ ക്ഷീണം മാറാൻ വേണ്ടി. ഇവിടെ കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും 9 ദിവസം അവർ ഉപവാസമായിരിക്കും. ഉപവാസം എന്ന് പറഞ്ഞാൽ സാബുദാനയുടെ കിച്ചടി. സാബുദാന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചൗവരിക്കാണ് ഇവർ സാബുദാന എന്ന് പറയുന്നത്. അല്ലാതെ ഇവർ ആഹാരമൊക്കെ കുറവാണ്. ആഹാരം വെള്ളമൊക്കെ ആണെങ്കിലും വലിയതായിട്ടുള്ള രീതികളിലൊന്നും ഇല്ല. 9 ദിവസവും ഇവർ കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ നല്ല ചിട്ടയോടായി ദേവിയെ നടുക്ക് ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ദേവിയുടെ ചുറ്റിനും ഡാൻസ് കളിക്കുന്നത്. ഭയങ്കര ചിട്ടയാണ് ഇവിടുത്തെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലേക്കാട്ടിലും കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പം വലിയ ആണുങ്ങളാണെങ്കിലും എല്ലാവരും വ്രതം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപവാസം എന്ന് പറഞ്ഞാൽ അവർ ആഹാരം ഇതൊക്കെയാണ്, എല്ലാം ലൈറ്റായിട്ടുള്ള രീതിയിലുള്ള ഫുഡൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലൊരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് എന്തെങ്കിലും ഫുഡിൻ്റെ വല്ല സ്റ്റാളോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും പാതി മുക്കാലും ആൾക്കാർ. പക്ഷേ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ ഇവർ വേറെ ഒന്നും കഴിക്കത്തില്ല, വേറെ ആഹാരമൊന്നും കഴിക്കത്തില്ല, പുറത്തെ ഫുഡുകളൊന്നും കഴിക്കത്തില്ല. 9 ദിവസം അവരുടെ വീട്ടിലും ഭയങ്കര ക്ലീനിങ്ങും ഭയങ്കര ഇതൊക്കെയാണ്. 10ാമത്തെ ദിവസം ദസറയുടെ അന്ന് പിന്നെ വീടെല്ലാം ഫുള്ള് കഴുകി മാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ്, വണ്ടിയെല്ലാം കഴുകി ഭയങ്കര വിശേഷം. എൻ്റെ മോളാണ് ഈ ഷാളിട്ട് ഈ തലമുല്ലപ്പൂ വെച്ച് കളിക്കുന്നത്. പിള്ളേരുടെ സെക്ഷനിൽ പിന്നെ വലിയവരും പിള്ളേരും എല്ലാവരും കൂടെ ലാസ്റ്റായപ്പം
ഇവരെല്ലാവരും കൂടെ കയറി കളിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, എല്ലാം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഇതിനകത്ത് പങ്കെടുക്കാനും എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല ഒത്തൊരുമയോടെ ഡാൻസ് കളിക്കാനും ഒക്കെ ഒരു നല്ലൊരു വൈബാണ്. ഇപ്പോഴത്തെ ഒരു രീതി വെക്കുമ്പോൾ ഒരു വൈബെന്ന് പറയാം. പിന്നെ ഇതിന് നേരത്തെ തൊട്ടേ പ്രാക്ടീസും ഒക്കെ ഉണ്ട്. കുറേ ദിവസത്തെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ഓരോ വർഷം ഓരോരോ സ്റ്റെപ്പുകളൊക്കെയാണ്. പിന്നെ ഇത്രയും പിള്ളേരെ പഠിപ്പിച്ചൊക്കെ എടുക്കണ്ടേ. ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഡാൻസിന് വേണ്ടി ഇട്ട ഡ്രസ്സാണിത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.